ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ ഉണ്ടായ മാങ്ങയാണിത്. അപ്പോൾ നമുക്കൊന്ന് പഴുപ്പിക്കാൻ വെക്കാമെന്ന് വെച്ചിട്ടൊക്കെ തുടച്ചെടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ മാങ്ങ ഇവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു മാങ്ങ പഴുക്കില്ല, മാങ്ങ അച്ചാർ മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ മാങ്ങ തുറമാങ്ങയിട്ട് ഉപ്പിലിട്ടിട്ട് അച്ചാറിട്ടിട്ട് അങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കാറ്, പഴുക്കാറില്ല എന്ന് പറഞ്ഞു കേട്ടോ. എല്ലാവരും പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം, പഴുപ്പിക്കാൻ വെച്ചാൽ പഴുക്കുമോ എന്നുള്ളത് നോക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, പഴുത്ത് കഴിഞ്ഞാൽ നാശമായി പോകുന്ന ഒരു മാങ്ങ ഇതേപോലെ പേപ്പറിൽ വെച്ച് പഴുത്തത് ഒരു വീഡിയോ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതുപോലെ ചെയ്തു നോക്കാമെന്ന് പറഞ്ഞിട്ട് മാങ്ങ നല്ല തുടച്ച് പേപ്പറിൽ ചുറ്റിയിട്ട് അങ്ങനെ കോട്ടൺ തുണിയിൽ പൊതിഞ്ഞ് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മാങ്ങ ശരിക്കും മൂക്കാനും ഇങ്ങോട്ട് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. 2-3 വിധമായിട്ടാണ് മാങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഒന്ന് നല്ല മൂത്തതുണ്ട്, പിന്നെ 2-3 ഇളയതും ചെറിയ കണ്ണിമാങ്ങയൊക്കെ ആയിട്ട് മാങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾ പോയിട്ട് ഇങ്ങനെ പറിച്ചതാണ്. വലിയ മാങ്ങ ഉണ്ടിട്ട് അവർക്ക് അറിയില്ലല്ലോ മൂത്തതൊന്നും. അപ്പോൾ അങ്ങനെ അവർ പോയി പറിച്ചതാണ്. അപ്പോൾ ഞാനങ്ങനെ ഏതായാലും നാശമാക്കി കളയാൻ പറ്റില്ല, അങ്ങനെ എടുത്ത് വെച്ചിട്ടോ. പൊതിഞ്ഞ് ഒരാഴ്ചൻ്റെ മേലായിട്ടുണ്ട് കേട്ടോ വെച്ചിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ വെച്ചത് കാരണം കുറച്ച് തണുപ്പ് ആയതുകൊണ്ട് ഒന്നും ആയിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ ഇവിടെ അടുക്കളയിൽ സീറ്റിട്ട സ്ഥലത്ത് നല്ല ചൂടല്ല, അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ വെച്ച് ഞങ്ങൾ ഓട്ടിനൊക്കെ പോയി വന്നു കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഒരു മാങ്ങ കെട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എടുത്ത് നോക്കുമ്പോൾ ഇതാണ് മാങ്ങൻ്റെ അവസ്ഥ കേട്ടോ. പിന്നെ ഇത് ശരിക്കും മൂത്തിട്ടില്ല, ഇനി മൂത്താൽ കൂടിയിട്ടും ആവില്ല, അതിൻ്റെ ഉള്ളിൽ നിന്നാണ് കേട്ടോ കേട് വരുന്നത്. അപ്പോൾ പിന്നെ മധുരവും ഇല്ല. അപ്പോൾ പിന്നെ ഇനി മാങ്ങ പഴുപ്പിച്ചിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ കുറേ മാങ്ങ ഇത് പറിച്ചാൽ തന്നെ ചുറ്റുള്ളവർക്കൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ. അവർ അച്ചാറിടുക ഉപ്പിലിടുക എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ വെച്ചിട്ട് അങ്ങനെ കൊടുത്തു. ബാക്കിയുള്ള മാങ്ങേനെ ഞങ്ങൾ ഇങ്ങനെ പിന്നെ പഴുപ്പിക്കാൻ വെച്ചത്. കുറച്ചും കൂടി ഉണ്ട് മാങ്ങ ഇനി. പിന്നെ എനിക്ക് അച്ചാറിടാനോ ഒന്നും സമയം കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ തുറമാങ്ങ എങ്ങനെ ഇടുക എന്നുള്ളതും അറിയാത്തതുകൊണ്ടാണ് പിന്നെ അതൊന്നും ചെയ്യാണ്ട് നിന്നത് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം മാങ്ങയൊക്കെ നിറയെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അച്ചാറിടാനും ഇതിനൊന്നും ഒരു മൂടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഇടണം തോന്നി സമയം കിട്ടിയാൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അർജൻറ്റിലൊന്നും ഞാൻ മാങ്ങ ഒന്നും ചെയ്യാറില്ല കേട്ടോ. അപ്പം മാങ്ങ ഏകദേശം എല്ലാം ഒരു കളറിങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. പുള്ളി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ അതിൻ്റെ പുള്ളിയും കുത്തുമൊക്കെ വന്നിട്ട് കാണാനൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഓരോ മാങ്ങ എടുത്തിട്ട് മുറിച്ച് നോക്കുമ്പോൾ എല്ലാത്തിൻ്റെ അവസ്ഥ അതാണ് കേട്ടോ. ഉള്ളിൽ നിന്ന് അങ്ങനെ കേടുവരും. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞിരുന്നു കേട്ടോ, ഇത് അങ്ങനെ പഴുക്കാൻ വെക്കാൻ പറ്റാത്ത മാങ്ങയാണ്. പിന്നെ നല്ല പഴുക്കുകയാണെങ്കിൽ തന്നെ മൂക്കുകയാണെങ്കിൽ തന്നെ ഉള്ളിൽ നിന്ന് കേട് വന്നിട്ട് അങ്ങനെ വിണ്ട് പൊട്ടിയിട്ട് കുറേ മാങ്ങ ചാടിപ്പോയി കേട്ടോ. ഒരുപാട് മാങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു, കുറേ ചാടിപ്പോയതാണ്. അപ്പോൾ അടുത്തുള്ളവർക്കൊക്കെ കുറേശ്ശെ കൊടുത്തിട്ടുണ്ട്. ഇനിയും 2 വീട്ടിലും കൂടി കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ മോനോട് ഞാൻ മാങ്ങ ഒന്ന് വെട്ടി നോക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ വെട്ടി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ മാങ്ങ പെട്ടെന്ന് പറിക്കാൻ കാരണം എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഇതുവരെ പിന്നെ നമുക്ക് വീടോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാങ്ങ ആയാലും എന്തായാലും അല്ലെങ്കിൽ സ്വന്തക്കാരുടെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ ഉപ്പാൻ്റെ വീട്ടിൽ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് നമ്മൾ മാങ്ങ ഒക്കെ വാങ്ങി പറിച്ചിട്ടൊക്കെ അങ്ങനെ വരുന്ന കാരണം ഇത് നമ്മൾ സ്വന്തം വീട്ടിലുണ്ടായ മാങ്ങ അല്ലേ, അപ്പോൾ പറിക്കാനൊരു സുഖമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് മക്കൾ പറിച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മാങ്ങ എടുത്തിട്ട് പുളി അപ്പോൾ ഇഞ്ചിപ്പുളി ഉണ്ടാക്കില്ലേ, അതുപോലെ ഞാൻ മാങ്ങയും കൊണ്ട് കുറച്ച് ഉണ്ടാക്കിയിട്ടോ. പിന്നെ അച്ചാർ ഇത് പഴുക്കാതെ നിൽക്കണുണ്ടപ്പോൾ അച്ചാർ ഇടാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ ഓട്ടിന് ദോശക്ക് പോകണമായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് പിന്നെ അതൊന്നും ചെയ്തില്ല. അപ്പോൾ ഏതായാലും ഇരുന്ന് പഴുക്കട്ടെ വെച്ചിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് പിന്നെ കേടില്ലാത്തതൊക്കെ എടുത്തിട്ട് ജ്യൂസ് അടിക്കുകയും കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യണം, വെറുതെ കളയാൻ പറ്റില്ല, വലിയ മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ജ്യൂസ് അടിക്കുന്ന വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.